ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷൻ മാവേലിക്കര. ഞാനിപ്പോൾ ഒരു കാര്യം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നു നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ ഈ വീഡിയോ സ്പെഷ്യലി ഫോർ ഇപ്പോൾ പ്രവാസികളുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള അല്ലെ പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനകത്തിൽ എന്താ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇതിനു മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പത്തനംതിട്ട കൊല്ലത്ത് എങ്ങാണ്ട് ഒരാൾ 10-20 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ റിസൈൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ കയറ്റാതെ കാർ പോർച്ച് കിടക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം അതിന് അത് സെയിം ആ ഒരു ഇഷ്യൂ ആണ്, ആ ഒരു മാറ്ററാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ പ്രവാസിയിൽ ആരുണ്ടോ, പ്രവാസിയായിട്ട് ആരുണ്ടോ, അവർ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ വീട്ടുകാരെല്ലാവരും വിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കിടന്ന ഒരു ഒറ്റപ്പെടലും പിന്നെ ജോലിയുടെ കഷ്ടപ്പാടുകൾ. കാര്യം ഞാൻ പറഞ്ഞ സാധാരണ ലേബേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോലിയുടെ കഷ്ടപ്പാട്, അതുപോലെ താമസമൊക്കെ ലേബർ ക്യാമ്പുകളിലായിരിക്കും. ലേബർ ക്യാമ്പെന്ന് പറയുന്നത് ചിലപ്പം ഒരു റൂമിൽ 10-12 പേരുണ്ടാവും. അത് എന്തെന്ന് പറഞ്ഞാൽ കട്ടിലൊക്കെ എന്ന് പറയുന്നത് 2 പേര് 3 പേര് മേളിൽ, മീൻസ് ബങ്ക് ബെഡായിരിക്കും. 2 പേരുടെ 3 പേര് ഇങ്ങനെ ഒറ്റ കട്ടിൽ തന്നെ കിടക്കുന്നിട്ട്. അതുപോലെ ഫുഡിൻ്റെ ആയാലും കഷ്ടപ്പെട്ടാണ് അവർ കഴിക്കുന്നത് എല്ലാവരും. ഓക്കെ, പ്രവാസികളിലൊരു സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം അവരൊക്കെ നാട്ടിൽ റിസൈൻ ചെയ്ത് വരുവാന്ന് പറയുമ്പോഴല്ലേ വരുമ്പോഴോ ഒന്നും നല്ലതായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായോ? കാര്യം നിങ്ങൾക്ക് ശരിയാണ് മാസം ക്യാഷ് കിട്ടുന്നുണ്ടായിരുന്നു, അത് നിന്നു, ഓക്കെ ശരി. എന്നിരുന്നാൽ പോലും ആ ക്യാഷ് അവരെത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നതെന്നോ. കാര്യം വെച്ചാൽ നാട്ടിലുള്ളവരുടെ വിചാരം ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടിയിട്ട് ബാക്കി കുറച്ച് പൈസ 10,000 ദിർഹംസ് കിട്ടിയിട്ട് അവരുടെ കയ്യിൽ കുറച്ച് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ചുരുക്കം ചെറിയ എമൗണ്ടാണ് നിങ്ങൾക്ക് കഴിക്കുന്നതെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. 10,000 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 12,000 2,000 രൂപയുടെ കടം മേടിച്ചായിരിക്കും നാട്ടിൽ അയക്കുന്നത്. അങ്ങനെ തിങ്ക് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണ് തിങ്ക് ചെയ്യണമെന്നല്ല, അങ്ങനെയാണ്. അതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾ അവർക്ക് മീൻസ് ഇപ്പോൾ നാട്ടിലിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടല്ലേ, എന്തായാലും ശരി, വീട്ടിലെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, എനിവേ ഇവരെ ഒന്ന് പരിഗണിക്കണം, പ്രവാസികളൊന്ന് പരിഗണിക്കണം. കാര്യം അതങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മീൻസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണണം അവരുടെ ജീവിതം. അതല്ല നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇവിടുന്ന് വിളിച്ച് പറയും, ഞാൻ സുഖമാണ്, അമ്മ സുഖമാണ്, അല്ലേടി സുഖമാണ്, ഞാൻ സുഖമാണ്, ഞാൻ ഫുഡ് കഴിച്ചു. എന്നാൽ എന്താ കഴിച്ചേ? ചിലപ്പോൾ അവരൊക്കെ ചെറിയൊരു കുബൂസും തൈരുമായിരിക്കും കഴിക്കുന്നത്. അപ്പം അവർ നോക്കുന്നത് എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരികയാണ്, അവർ നോക്കുന്നത് എൻ്റെ ഫാമിലി ഹാപ്പിയാണോ, അവരെങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു. മനസ്സിലായി? എന്നിരുന്നാൽ പോലും ഇവിടെ ചിലപ്പോൾ കുബൂസും ചെറിയൊരു കറിയോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ വീട്ടുകാരൊന്നും ഓർക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ദിവസത്തിലാണെങ്കിൽ നമ്മൾ മീൻസ് പ്രവാസികൾ നോക്കിയിരിക്കും വീട്ടുകാരെ വിളിക്കാൻ. ചിലപ്പോൾ വീട്ടുകാരവിടെ അതിൻ്റെ ആഘോഷത്തിൽ തിരക്കിലായിരിക്കാം. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഇത് പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, പ്രവാസികളുടെ വീട്ടുകാർക്കും വേണ്ടി. ഇതെല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങളുടെ വീട്ടുകാർ പ്രവാസത്തിൽ ആരുണ്ടോ അവരെ സ്പെഷ്യൽ കെയർ ചെയ്യാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. കാര്യം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിൻ്റെ എന്നുണ്ടെന്ന് ഞാനിപ്പോൾ ചുരുക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം ഞാനിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പറയാൻ തീരത്തില്ല. അതുപോലെയാണ്. കാര്യം വെച്ചാൽ അവിടുത്തെ ഡീറ്റെയിൽസ് ഫോട്ടോസോ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. അതുകൊണ്ട് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മെമ്പർ. ഓക്കെ, പ്രവാസിത്വത്തിൽ ആരുണ്ടോ അവരെ ടേക്ക് കെയർ ചെയ്യുക, അവരെ ഒന്ന് എക്സ്ട്രാ കെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ജോലി പോയിട്ട് നാട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ ഓക്കെ, അവരെ വെൽക്കം ചെയ്യുക. എനിവേ എന്തായാലും ശരി, എല്ലാവരും കൂടെ ഫേസ് ചെയ്താൽ പറ്റും. ഫാമിലി എന്തെങ്കിലും ഇപ്പോൾ ലോൺ EMI എന്തുണ്ടായാലും അല്ലേ, ശരിയല്ലേ? എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഇല്ല, പറ്റത്തില്ല, നിങ്ങളവിടെ നിന്ന് വേറെ ജോലി പഠിക്കാതെ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ. കാര്യം ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ. നാട്ടിൽ നിൽക്കുന്നവർ വിചാരിക്കും ചില പെട്ടെന്ന് ജോലി കിട്ടുന്ന, ഒരിക്കലും അല്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുക, അവരോട് നല്ല സ്നേഹത്തോടെ ഇടപെടുക. മനസ്സിലായില്ല? കാര്യം വെച്ചാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇടപെടുക, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഒന്നും അറിയാതെ ഇപ്പം മാസം കിട്ടുന്ന കാശ് നിന്ന് കഴിയുമ്പോൾ തീരുന്നതായിരിക്കരുത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വീട്ടുകാരുള്ള സ്നേഹം, ഒരിക്കലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടേക്ക് കെയർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.